ഇന്ന് നമുക്ക് 3 പീസ് സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള 3 പീസ് സെറ്റ് നമുക്ക് കോട്ടണിലാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അത് മീഡിയം ടു XXL ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. അപ്പോൾ നമ്മൾ സൈസ് ഏതാ വേണ്ടതെന്നുള്ളത് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഡിഫറെൻറ്റ് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ റേറ്റ് നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് തരാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്ന ഇതേപോലെ ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡ്, അതിനകത്തൊരു വീനെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. വീനെക്ക് പാറ്റേണിൽ ഇതേപോലെ ജസ്റ്റ് ഒരു ബീഡ്സ് വർക്കൊക്കെ കൊടുത്ത് നെക്ക് പാറ്റേൺ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ഇതിന് തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുമ്പോഴും ഇതേപോലെ തന്നെ ആ സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ബോട്ടം. വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ ഇതേപോലെ പടി വെച്ചിട്ടുള്ള ബോട്ടം ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട 1680. അടുത്തത് വരുന്നത് നമുക്ക് ഒരു അക്വ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന 2280 വിത്ത് കോളർ നെക്കോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു ഹക്കോബ പാറ്റേണിൽ വന്നിരിക്കുന്ന സെറ്റ്. ഇതിനകത്ത് നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ഓപ്പൺ അല്ല കേട്ടോ, ഇവിടെ മാത്രമേ ഓപ്പൺ ഉള്ളൂ. എന്നിട്ട് സൈഡ് സ്ലിറ്റും ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലും ഇതേപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഇതുപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ ഒരു ബോട്ടം ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ബോട്ടമാണ്. ഇത് കണ്ടോ, ഒരു പലാസോ ടൈപ്പ് ബോട്ടമാണ്. അതിൻ്റെ താഴെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. ബോഡിയിലും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടത്തിനും ലൈനിങ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ വൈറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കാണിച്ചാൽ മതി. അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് ഇതൊക്കെ. ഇതൊരു ബ്ലൂയിഷ്, അല്പം ഒരു ഗ്രേ ചേർന്നിട്ടുള്ള ബ്ലൂ ഇല്ല, അതേപോലത്തെ ബ്ലൂ. ഇതതിൻ്റെ ബോട്ടം സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം. അതിൻ്റെ തന്നെ പിങ്ക് സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയും അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാട്ടോ. നമുക്ക് ഒരു സിൽക്കിൻ്റെ ഫിനിഷിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വരുന്ന 1890 ഒരു സാറ്റിൻ സിൽക്കിൻ്റെയൊക്കെ ഫിനിഷിൽ വരും. എന്നിട്ട് അതിൻ്റെ കയ്യിൽ നമുക്കിങ്ങനെ അജ്രക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് യോക്കിൽ. എന്നിട്ടൊരു പൈപ്പിംഗ് ബോർഡർ ഇതേപോലെ ഒരു മീനക്ക് പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്. ഇത് ലൈനിങ് ഉണ്ടോ? ഇല്ല, ലൈനിങ് ഇല്ല കേട്ടോ. ഇത് തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. നല്ലൊരു ചില്ലി റെഡ് ടോണിലേക്ക് വന്നിരിക്കുന്ന സെറ്റ്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടവും അതേപോലെ തന്നെ ഒരു സാറ്റിൻ സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇതില്ല കേട്ടോ, ദുപ്പട്ടയില്ല, ഓൺലി ടോപ്പ് ആൻഡ് ബോട്ടമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റ്. അടുത്തത് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ടോണിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480. കോട്ടൺ വിത്ത് ലൈനിങ് ആണ്. ഇതേപോലെയാണ് അതിൻ്റെ സ്ലീവൻ്റ് വരുന്നത്. ഇതേപോലെ ഒരു ലേസ് പാറ്റേൺ എംബ്രോയ്ഡറി വർക്കും കൂടെ വരും. ഫ്രണ്ടിൽ ഫുൾ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക്, കോളർ നെക്ക് പാറ്റേൺ ആണ്, ഒരു വീനെക്ക് പാറ്റേൺ. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ ബോട്ടത്തിൻ്റെ താഴെയും ഇതേപോലെ ആ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റ്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത്. നമുക്ക് ക്രീമിൽ ഇതേപോലെ 4 ബോർഡറിലും ഇതേപോലെ വരും ഉണ്ടോ. ദുപ്പട്ടയും ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാട്ടോ, ഒരു ഓഫ് വൈറ്റ് ഒന്നുമല്ല, ലൈറ്റ് ക്രീം ഷെയ്ഡ്. കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്, ഫുൾ എംബ്രോയ്ഡറി വർക്ക്. അടുത്തത് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്ന ടോപ്പ് 2180
ക്രീം ഷെയ്ഡ്. ഇതും നമുക്ക് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല, ഇതും കോട്ടൺ ലൈനിങ് ആട്ടോ ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. അതെ, ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ടോപ്പിൽ. ഇത് കണ്ടോ, കയ്യിലും അതേപോലെ തന്നെ ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബോട്ടവും ഇതേപോലെ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ്. ബോട്ടവും വരുമ്പോൾ ബോട്ടത്തിൻ്റെ ലോവർ പോർഷനിലും ഇതേപോലെ ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ക്രീമിൽ ഇതേപോലെ ഒരു യെല്ലോ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. $2180 പ്യുവർ കോട്ടൺ ആണ്. അതിൻ്റെ തന്നെ അടുത്ത കളറ് സെയിം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ്ങും കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ വരും ദുപ്പട്ട ആൻഡ് ബോട്ടം നല്ല കട്ടിയുള്ള ബോട്ടം ആട്ടോ. ലൈന് ഇങ്ങനെ നിഴലൊന്നും അടിക്കുന്ന ബോട്ടം അല്ല, നല്ല തിക്നെസ്സുള്ള ബോട്ടമാണ്. ഇത് അടുത്ത് വരുന്ന ആ പാറ്റേണിൽ തന്നെ ഇതും അതേപോലെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ള നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ കണ്ടോ. ബോഡിയിൽ ഓൾറെഡി ഒരു ചെറിയ ഇതേപോലെ ഒരു സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ്റും അതിനകത്ത് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് പാറ്റേണിലുള്ള വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ സ്ലീവ് എൻഡിലും ആ സെയിം വർക്ക് ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് എൻഡിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ലൈനിങ് ഉണ്ട്, കോട്ടൻ്റെ ലൈനിങ്. ഇതിനകത്ത് നമുക്ക് ഇതും കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇതേപോലെ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. ഈ ബോട്ടത്തിനും ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ നോക്കിയത്. ബോട്ടത്തിനും നമുക്ക് ക്രീം കളറാണ്, അപ്പോൾ ബോട്ടത്തിനും ലൈനിങ് കൊടുത്തിട്ടുള്ള ബോട്ടമാണ്. ഇത് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതേപോലെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ 3 പീസ് സെറ്റിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.